റസൂൽ പറയാണ്, നാട്ടിൽ വിവാഹം നടക്കാറുണ്ട്. എങ്ങനെയൊക്കെ നടക്കാറുണ്ട്? സമ്പത്ത് നോക്കിയിട്ട്, ദീന് പരിഗണിക്കേല്ല. അങ്ങനെ കല്യാണം നടക്കലില്ലേ? ഉണ്ട്. സൗന്ദര്യം മാത്രം, ഒരു രൂപയും വേണ്ട, ആ കുട്ടിനെ മാത്രം മതി എന്ന് പറയുന്ന ചിലരില്ലേ? ഉണ്ട്. എന്നാൽ റസൂലുള്ള പറയാണ്, മതമുള്ള പെണ്ണിനെ കെട്ടിക്കോ. ഹദീസ് അവിടെ അവസാനിച്ചില്ല. നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും. അപ്പൊ കൈ മണ്ണിൽ പുരളുക എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ കെട്ടുന്ന പെൺകുട്ടി ദരിദ്രയായിരിക്കും. ദരിദ്ര വീട്ടിലെ ദീൻ അധികം ഉണ്ടാവും. അതാണ് ആ പറഞ്ഞതിന്റെ വേറൊരു പൊരുൾ. സമ്പന്ന കുടുംബത്തിൽ ദീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല പൊതുവെ. ദാരിദ്ര്യ കുടുംബത്തിൽ ദീൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നബിയുടെ കൂടെ ദരിദ്രന്മാരുണ്ടായത്. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഖുദാതി വൽ ഗശീ. സൂറത്തുൽ കഹ്ഫാണ് 28ാമത്തെ വചനം ആണ്. അവിടെ പറയുന്നത് ദരിദ്രന്മാരുടെ കൂടെ കെട്ടി. ദാരിദ്ര്യം, സമ്പത്ത് അതൊക്കെ വരികയും പോവുകയും ചെയ്യും, നീങ്ങിപ്പോകുന്ന നേലാണ്. റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ നോക്ക്, ദീനുള്ള പെണ്ണിനെ, ദീനുള്ള പുരുഷനെ. കല്യാണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ദീനാണ് ഒന്നാമതായി നോക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നുമില്ലെങ്കിലും ജീവിതത്തിന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. എന്നാ ബാക്കിയെല്ലാം ഉണ്ടായി, ദീനില്ലേ, അത് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ പറയൽ എന്താ? ഞാൻ കൊണ്ടുവന്നിട്ട് നന്നാക്കും, ഞാൻ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം നന്നാക്കും. അതിന്റെ ഖുർആൻ എതിരാണ്.